60% സ്ത്രീകൾക്കും ലൈംഗിക അതിക്രമം നേരിടുന്നുണ്ട് ബസ്സുകളിലും ട്രെയിനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലൊക്കെ എന്നാണ് പല ചർച്ചകളിൽ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്ന സ്ത്രീകൾക്ക് 10% പോലും ലൈംഗിക അതിക്രമം നേരിടുന്ന പ്രശ്നം ഉണ്ടാവില്ല. പഠിച്ചാൽ മനസ്സിലാവും. പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ചില ബലഹീനതകളുണ്ട്. അതിലൊന്നാണ് ഭംഗിയുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഒന്ന് നോക്കി പോവുക എന്നുള്ളത്. ചില ആളുകൾ ചിലപ്പോൾ സ്ത്രീകളെ തൊടാൻ ശ്രമിക്കും, പിടിക്കാൻ ശ്രമിക്കും. മറ്റു ചില സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയൊന്നും വരാം. അത് ഓരോരുത്തരുടെയും സ്വാധീനവും സ്വഭാവവും അനുസരിച്ചാണ് അത് സംഭവിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടി എന്ന് പറഞ്ഞ് ഒരു ഫെമിനിസ്റ്റ് വീഡിയോ ചെയ്യുകയും ആ വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന സഹോദരൻ ആത്മഹത്യ ചെയ്യുകയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ കോലാഹലങ്ങളാണ് ഇപ്പോൾ ആ ആത്മഹത്യയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ആ ഫെമിനിസ്റ്റിക്കെതിരെയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പോലീസ് കേസെടുക്കുകയും വിദേശത്തേക്ക് ആ ഫെമിനിസ്റ്റ് കടന്നു കളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ആ ഒരു സ്ത്രീ മാത്രമാണോ കുറ്റക്കാരി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ആ സ്ത്രീയെ ആ തരത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ ഈ സമൂഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേവലം ആ ഒരു സ്ത്രീ മാത്രമല്ല, അത്തരത്തിൽ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിരവധി സ്ത്രീകൾ അല്ലെങ്കിൽ നിരവധി ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ഫെമിനിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുത്തത്, ഒരു സ്വാതന്ത്ര്യം കൊടുത്തതിൽ നമ്മുടെ സമൂഹവും കുറ്റക്കാരല്ലേ? ദീപക് എന്ന സഹോദരൻ ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആ ഫെമിനിസ്റ്റിയുടെ കൂടെ നിൽക്കുമായിരുന്നു. എന്നിട്ട് ഈ ദീപക് എന്ന സഹോദരനെ കുറ്റപ്പെടുത്തുമായിരുന്നു. എന്നാൽ ആ സഹോദരൻ ആത്മഹത്യ ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാവരും ആ ഫെമിനിസ്റ്റിക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കിടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പേരിലുള്ള സകല തോന്നിയാസങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന, ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാൻ തന്നെ മെയിൻ കാരണം. ഇസ്ലാമിൻ്റെ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്താനും അത് 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ്, ഈ പുരോഗമന കാലത്ത് അതൊക്കെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ ഉള്ളിലേക്ക് ലിബറൽ ചിന്താഗതികൾ കടത്തിവിട്ട് അവരിൽ നിന്നും ഇസ്ലാമിക നിയമങ്ങളെ പറിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ പോലും പുറകോട്ട് വലിക്കുന്ന ഇന്നത്തെ നമ്മുടെ ലിബറൽ ചിന്താഗതിക്കാർ, മതത്തിൻ്റെ വേലിക്കെട്ടുകളൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ ഇത്തരം അനാവശ്യ കാര്യങ്ങളിലേക്ക് ഇറക്കിയ ആളുകൾ, പുരോഗമനം എന്ന പേരിൽ എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിൽക്കുന്ന അത്തരം ചില ആളുകൾ, അവരൊക്കെയും ഈ ഒരു ആത്മഹത്യക്ക് ഉത്തരവാദിയല്ലേ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ മുസ്ലിം നാമധാരികളായ തട്ടമിട്ട പെണ്ണുങ്ങൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കെതിരെ ഉറഞ്ഞു തൊള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാം സ്ത്രീകൾക്കെതിരാണ്, സ്ത്രീകളെ അടിച്ചമർത്താനാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പുറങ്കാലുകൊണ്ട് ചവിട്ട് മെതിച്ച് പോകുന്ന ചില തട്ടമിട്ട പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്ക് ഇസ്ലാമിലുള്ള സ്വാതന്ത്ര്യമൊന്നും പോരാ. അവർക്കെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാത്തിനും സ്വാതന്ത്ര്യം ലഭിക്കണം. അതിന് അവരെ പ്രേരിപ്പിക്കാൻ കുറേ നവനാസ്തികരുണ്ട്, കുറേ ലിബറൽ ചിന്താഗതിക്കാരുണ്ട്. അവരുടെ വഴിക്ക് പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ ഒരു സ്ത്രീ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാം എന്തിനാണ് ഇവിടെ ചില നിയമങ്ങൾ വച്ചിട്ടുള്ളത്? ഇസ്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യ ജീവിതത്തെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ലോകത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ നാടുകളിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും. നവനാസ്തികരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് മനുഷ്യന് ഒരു നിയന്ത്രണവും വേണ്ട, മതത്തിൻ്റെ വേലിക്കെട്ടുകൾ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തു കൂട്ടുന്ന
ഒരു അവസ്ഥയുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നു വരുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോ നിയമങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചാൽ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടും. നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് സമൂഹത്തെ പിന്തിരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറെക്കുറെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇസ്ലാമിന് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം അവിടെ വെക്കാനുണ്ട്, വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. എന്താണത്? ഒരാളുടെ തെറ്റ് നമ്മൾ കണ്ടാൽ ആ തെറ്റ് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക്, ആ തെറ്റ് തിരുത്താൻ അയാളോട് പറയുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അയാളുടെ തെറ്റ് പരസ്യമാക്കാൻ നമുക്കൊരു അനുമതിയും ഇസ്ലാം തരുന്നില്ല. അങ്ങനെ പരസ്യമാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാളുടെ തെറ്റ് ഒരു നിലക്കും അനാവശ്യമായിട്ട് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിഷ്കർഷണം. മാത്രമല്ല, നിങ്ങളൊരാളുടെ തെറ്റ് മറച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ തെറ്റ് അള്ളാഹു മറച്ചു വെക്കുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റൊരാളുടെ തെറ്റ് ഒരു നിലക്കും പരസ്യപ്പെടുത്താതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഇസ്ലാം എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കൂ, അവരൊരിക്കലും മറ്റുള്ളവരുടെ തെറ്റ് പരസ്യപ്പെടുത്തൂല. ഇതേപോലെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വലിച്ചെറിയുന്ന ആളുകളാണ് ഈ സമൂഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ ദീപക് എന്ന സഹോദരന് തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം, അല്ലാഹു ആലം, നമുക്കറിയില്ല. നമുക്ക് ആ വീഡിയോയിലുള്ളത് മാത്രമേ അറിയൂ. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളും പലരും പറയുന്നുണ്ട് 100% ആ ദീപകിന് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളത്. ഇനി ആ സ്ത്രീ പറയുന്നത് പോലെ തെറ്റ് പറ്റി എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് പരസ്യപ്പെടുത്താൻ ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരിക്കലും കഴിയില്ല. പോലീസിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് തെളിവിന് വേണ്ടി വീഡിയോ എടുക്കാം. ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് തെളിവാണല്ലോ പ്രധാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാം. അതല്ലാതെ ജനങ്ങൾ കാണുകയെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടി ഇസ്ലാം അതിന് അനുവദിക്കുന്നില്ല. ഇസ്ലാം കർശനമായിട്ട് നിരോധിച്ചിട്ടുള്ള കാര്യമാണത്. ഇവിടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്താനാണ് ആ ഒരു സ്ത്രീ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പല പരിപാടികളാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകളും ലിബറൽ ചിന്താഗതിക്കാരും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളുടെ തെറ്റ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ, അത് പരസ്യമാക്കുകയാണെങ്കിൽ അയാൾ ക്ഷമിക്കാതെ ദൈവം പോലും പൊറുക്കൂല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. എന്നിട്ട് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടും പിന്നെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെണ്ണ് പിന്നെ എങ്ങനെ അത് ചെയ്തു? അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ഒരു വിലയില്ല. ആരുടെയൊക്കെയോ വാക്ക് കേട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചവരാണ് അവരൊക്കെയും. അപ്പോൾ ഇത്തരക്കാരായ സ്ത്രീകളെ ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരാണ്. പരിശുദ്ധ ഇസ്ലാം പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളാണ്. അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വേലിക്കെട്ടുകളിൽ തളച്ചിടാനുള്ളതല്ല ഒരു പെണ്ണിൻ്റെ ജീവിതമെന്ന് പറയുന്ന നവനാസ്തികരാണ്. ഇവിടെ ഒരു മുസ്ലിം കുടുംബത്തിലെ ചെറിയ കുട്ടികൾക്ക് മതം പഠിപ്പിക്കാനും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം പോലും അവകാശം പോലും അവർക്കില്ല, രക്ഷിതാക്കൾക്കില്ല എന്ന തരത്തിലാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു വളരുമ്പോൾ ആ വളർന്നു വരുന്ന കുട്ടിക്ക് മതം പഠിപ്പിക്കാനും മതമനുസരിച്ച് ജീവിക്കാൻ ആ കുട്ടികളെ പ്രേരിപ്പിക്കാനും രക്ഷിതാക്കൾക്ക് അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല എന്നാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പ് തട്ടം ധരിച്ചതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, സെന്റ് റീത്ത സ്കൂള്. ആ ഒരു വിവാദ സമയത്ത് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ടിലെ ഒരു അവതാരിക പറഞ്ഞത് നമ്മളൊന്ന് കേൾക്കേണ്ടതാണ്. ആ ഒരു ചെറിയ ഭാഗം ഒന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ നാളെ എൻ്റെ മക്കള് ഈ ഹിജാബിന്റെ വില മനസ്സിലാക്കി എന്നോട് ഹിജാബ് ഇടണം എന്നൊരു ആവശ്യം പറഞ്ഞാൽ അവർക്ക് അതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അതിന് പറ്റിയ ഒരു സ്കൂളാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരി ജസ്ന, ഇതിൽ മതപരമായ കാര്യമുണ്ട്. അപ്പോഴും ജസ്ന, ഈ കുട്ടികൾ ഹിജാബ് ഇടണം എന്നുള്ളത് ജസ്നയുടെയോ ഭർത്താവിന്റെയോ തീരുമാനമായിട്ട് വരില്ല, കുട്ടികൾ താല്പര്യപ്പെട്ടാൽ അല്ലേ? അതെ, അത് ഉറപ്പാണ്. അവരെ അങ്ങനെ അതായത് ചെറുതിലേ മുതലേ അവര് മനസ്സാലെ ഹിജാബ് ഇടണം എന്ന് തീരുമാനിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ അവരെ വിദ്യാഭ്യാസത്തിനോടൊപ്പം മതവും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ മതം മനസ്സിലാക്കുന്ന, യഥാർത്ഥ മതം മനസ്സിലാക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും നമ്മുടെ ബേസിക് നീഡായിട്ടുള്ള ഹിജാബ് ധരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ,
സ്വന്തം കുട്ടിയെ മതമനുസരിച്ച് ജീവിക്കാനും മതം പഠിപ്പിക്കാനും അതിന് അവകാശമില്ലാത്ത പോലെയാണ് ആ രക്ഷിതാവ് ഈ അവതാരികയോട് പറയുന്നത്. എന്നിട്ട് ഈ അവതാരിക ചോദിക്കുകയാണ്, ഞാൻ അവരെ നിർബന്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. സ്വന്തം മക്കളെ മതമനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയില്ല എന്നാണ് ഇവരൊക്കെ കരുതിയത്, പാടില്ല എന്നാണ് ഇവരൊക്കെ കരുതിയത്. ആ തരത്തിലാണല്ലോ കുട്ടികൾ സ്വയം തിരഞ്ഞെടുക്കട്ടെ, കുട്ടികൾക്ക് മതം പഠിപ്പിക്കേണ്ട, മതമനുസരിച്ച് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ട എന്ന തരത്തിലാണല്ലോ ഇവരുടെ സംസാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. ഒരുപാട് തവണ ഇവരുടെ പല പരിപാടികളിലും നമ്മളത് കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പരിഹസിക്കുന്ന മുസ്ലിം പെൺകുട്ടികളെ കാണുമ്പോൾ ഈ ചാനലുകാർക്കൊക്കെ വലിയ ആവേശമാണ്. അവർക്ക് വലിയ പ്രോത്സാഹനം കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്താനുള്ള എല്ലാ പ്രോത്സാഹനവും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ആ സ്ത്രീയെ വിമർശിക്കുന്നുണ്ട്, ആ സ്ത്രീ ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതുപോലെ ദീപകിൻ്റെ കുടുംബത്തെ പോലെ എത്ര കുടുംബത്തെയാണ് നശിപ്പിച്ചിട്ടുള്ളത്? ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് അവരെ കൊണ്ട് പലതും പറയിപ്പിച്ച് അതൊക്കെ വലിയ വിവാദങ്ങളാക്കിയിട്ട് അവരുടെ സ്വസ്ഥത നശിപ്പിച്ച എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എത്ര ആളുകളുടെ ജീവിതം ഇത്തരത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് ഇവർ. ഇപ്പോൾ ഈ ദീപക് എന്ന സഹോദരൻ ആത്മഹത്യ ചെയ്തത് കൊണ്ടല്ലേ ഈ മാധ്യമങ്ങളൊക്കെ ആ പെണ്ണിനെതിരെ തിരിഞ്ഞത്? ഈ ദീപകെങ്ങാനും ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ആ പെണ്ണിൻ്റെ കൂടെ ആയിരുന്നു. ഈ ദീപകിനെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുമായിരുന്നു ഇവരൊക്കെയും. കഴിഞ്ഞ കാലത്തെ ഇവരുടെ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതുപോലെ തോന്നിയ പോലെ നടക്കാൻ, എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന തട്ടമിട്ട പെൺകുട്ടികളൊക്കെ വന്നു പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ ഞങ്ങളെ അടുക്കളയിൽ തളച്ചിടാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് ഇസ്ലാമിൽ പൂർണ്ണ സ്വാതന്ത്ര്യമില്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പോലും പറ്റുന്നില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്നതിനൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് ചില മുസ്ലിം നാമധാരികൾ. അപ്പോൾ അത്തരക്കാരായ പെൺകുട്ടികളെ ഈ ചാനലുകാരും പുരോഗമനവാദികളായ ചില ആളുകളും വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ ചവിട്ടി മെതിക്കാനാണ് പുരോഗമനം എന്ന പേരിൽ ഇന്ന് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇസ്ലാം പല നിയമങ്ങളും വെച്ചിട്ടുള്ളത്, അല്ലാതെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തടയാൻ വേണ്ടിയിട്ടല്ല. അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കരുത്, സ്ത്രീകൾ ആവശ്യമില്ലാതെ പൊതുസ്ഥലങ്ങളിലേക്ക് പോകരുത്, അഥവാ അത്യാവശ്യത്തിന് പോവുകയാണെങ്കിൽ അവരുടെ ശരീരം മുഴുവൻ മറക്കണം, അവരുടെ വാപ്പയോ സഹോദരനോ ഭർത്താവോ മകനോ ആരെങ്കിലും കൂടെ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിച്ചു പോകുന്ന സ്ത്രീകൾക്ക് ഒരു നിലക്കും ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവില്ല. വളരെ അപൂർവമായിട്ട് സംഭവിച്ചെങ്കിലേ ഉള്ളൂ. അത് സാധാരണയായി നടക്കുന്ന സംഗതിയല്ല. നമ്മുടെ ചുറ്റും ഇത്തരത്തിൽ നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചാൽ ബോധ്യപ്പെടും. വളരെ അപൂർവമായിട്ടല്ലാതെ വ്യാപകമായിട്ടുള്ള ലൈംഗിക അതിക്രമം ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്ന സ്ത്രീകളിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നടന്ന ചർച്ചകളിൽ 60% സ്ത്രീകൾക്കും ലൈംഗിക അതിക്രമം നേരിടുന്നുണ്ട് ബസ്സുകളിലും ട്രെയിനുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലൊക്കെ എന്നാണ് പല ചർച്ചകളിൽ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്ന സ്ത്രീകൾക്ക് 10% പോലും ലൈംഗിക അതിക്രമം നേരിടുന്ന പ്രശ്നം ഉണ്ടാവില്ല. പഠിച്ചാൽ മനസ്സിലാവും. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ ഇസ്ലാം ഇത്തരത്തിലുള്ള നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതല്ലാതെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തടയാൻ വേണ്ടിയിട്ടല്ല. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ നിയമം പറയുമ്പോൾ അത് 6-ാം നൂറ്റാണ്ടുകാരാണ്, പിന്തിരിപ്പൻ ആശയമാണെന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുമെന്നത്. പ്രിയപ്പെട്ട സഹോദരിമാർ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ചില ബലഹീനതകളുണ്ട്. അതിലൊന്നാണ് ഭംഗിയുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോവുക എന്നുള്ളത്. ചില ആളുകൾ ചിലപ്പോൾ സ്ത്രീകളെ തൊടാൻ ശ്രമിക്കും, പിടിക്കാൻ ശ്രമിക്കും. മറ്റു ചിലർ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയൊന്നും വരാം. അത് ഓരോരുത്തരുടെയും സ്വാധീനവും സ്വഭാവവും അനുസരിച്ചാണ് അത് സംഭവിക്കുക. എന്നാൽ ഭൂരിഭാഗം പുരുഷന്മാരും ഭംഗിയുള്ള സ്ത്രീകളെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് നോക്കിയെന്നിരിക്കും. അത് എത്ര മാന്യന്മാരാണെങ്കിലും, നമ്മൾ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് കാണുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അത്തരത്തിലായിരിക്കും. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് നേരെ വിപരീതമായിട്ടുണ്ടാവുള്ളൂ. അത് പുരുഷന്മാരുടെ ഒരു ബലഹീനതയാണ്.
അത് അവരുടെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. ആ ബലഹീനത തന്നെയാണ് പലപ്പോഴും ലൈംഗിക അക്രമങ്ങളിലേക്കും മറ്റ് വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇതൊന്നും പൂർണ്ണമായിട്ട് തടയാൻ ഈ രാജ്യത്തെ നിയമങ്ങൾ കൊണ്ട് സാധ്യമല്ല. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പടച്ച റബ്ബ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. അത് പാലിക്കുക മാത്രമാണ് ഒരു പരിധിവരെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മേലുള്ള അക്രമങ്ങൾ തടയാൻ, ലൈംഗികമായിട്ടുള്ള അക്രമങ്ങൾ തടയാനൊക്കെ നമ്മളെ സഹായിക്കുക ഈ നിയമങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ അതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്ന നിയമങ്ങളാണ്, ഈ പുരോഗതി നേടിയ ഈ സമയത്ത് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ബദലായിട്ട് ഇത്തരത്തിൽ ക്യാമറയിൽ പകർത്തി അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതിലും വലിയ ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുക. അല്ലാതെ ആ അക്രമങ്ങളൊന്നും ഇല്ലാതാക്കാൻ ഒരിക്കലും കഴിയില്ല. ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിക്കും. അല്ലെങ്കിൽ ഒരാളെ തെറ്റ് പരസ്യപ്പെടുത്തുമ്പോൾ അതിലും വലിയ പകപോക്കൽ അതൊരു കാരണമാകും. ഇവിടെ ദീപക് എന്ന സഹോദരൻ ആ പെൺകുട്ടിയോട് പക വീട്ടാതെ ആത്മഹത്യ ചെയ്തു. എന്നാൽ ചില ആളുകൾ എന്താ ചെയ്യുക, ഈ സ്ത്രീയോട് പകരം വീട്ടി ആ സ്ത്രീക്ക് അതിലും വലിയ ദുരന്തമായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതൊന്നും അതിനൊരു പരിഹാരമല്ല. സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കുന്നു, അവർ കാണട്ടെ എന്ന് കരുതി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തുറന്നിട്ടുകൊണ്ട് സഞ്ചരിക്കുന്നു. എന്നിട്ട് ഞങ്ങളെ നോക്കരുതേ, ഞങ്ങളെ പിടിക്കരുതേ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അങ്ങനെ ഏതെങ്കിലും പുരുഷൻ അനാവശ്യമായിട്ട് നോക്കണ്ട എങ്കിൽ, അനാവശ്യമായിട്ട് നമ്മൾ പിടിക്കണ്ട എങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണവും മാന്യമായിട്ട് പോകണ്ടേ? പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ അവർ. അപ്പം ഞങ്ങൾ ആരും ശല്യപ്പെടുത്തരുത് എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പുരുഷന്മാരാൽ ശല്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതങ്ങനെയല്ല ചെയ്യുന്നത്. ഞങ്ങളെ ആരെങ്കിലും ഒന്ന് മാനഭംഗപ്പെടുത്തൂ, ഞങ്ങളൊന്ന് പിടിക്കൂ എന്ന രീതിയിലാണ് പല സ്ത്രീകളുടെയും വസ്ത്രധാരണങ്ങൾ. പല സ്ത്രീകളും കാട്ടിക്കൂട്ടുന്ന ആ രീതിയിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള അക്രമങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അത് ഒഴിവാക്കാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള ബലഹീനതയുണ്ട് എന്ന് മനസ്സിലാക്കാത്ത തരത്തിൽ ബസ്സിലും ട്രെയിനിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമൊക്കെ നിങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള തരത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നതെന്ന് അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടും. ഇതിനൊക്കെ പരിഹാരമായിട്ട് പടച്ച റബ്ബ് നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചില നിയമങ്ങൾ വെച്ച് തരുമ്പോൾ അതിനൊക്കെ ധിക്കരിച്ചുകൊണ്ട് നടന്നിട്ട്, ആ നിയമങ്ങളൊക്കെ പരിഹസിച്ചുകൊണ്ട് നടന്നിട്ട് പുരുഷന്മാർ ഞങ്ങൾ ആക്രമിക്കുന്നേ, പുരുഷന്മാർ ഞങ്ങൾ നോക്കുന്നേ, ഞങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നേ എന്ന് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നത് ഇവിടുത്തെ നവനാസ്തികരാണ്, ഇവിടുത്തെ പുരോഗമനവാദികളാണ്. അവരുടെ വാക്ക് കേട്ടുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിച്ചാൽ, പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചാൽ ഇതേപോലത്തെ അവസ്ഥകൾ തന്നെയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.